സോ ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ പ്രേക്ഷകരുടെ പിന്തുണയേക്കാൾ കൂടുതൽ സപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കയറി വന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് അനുമോൾ. അതുപോലെ തന്നെ നാടകം കളിച്ചും പ്രേക്ഷകരെ പറ്റിച്ചും ഇതുവരെ നിന്നു പോരുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് അനുമോൾ. അല്ലാതെ പ്രത്യേകിച്ചൊരു നിലവാരമുള്ള കണ്ടന്റോ അല്ലെന്നുണ്ടെങ്കിൽ നിലവാരമുള്ള സംസാരങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ അഭിപ്രായങ്ങളോ നിലപാടുകളോ ടാസ്കുകളിലുള്ള വിന്നിങ് മൊമെന്റ്സുകളോ ഒന്നും അനുമോളെ സംബന്ധിച്ച് ഈ ഒരു സീസണിൽ പറയാനില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു നെഗറ്റിവിറ്റി കൂടുതൽ ഉണ്ടാക്കുന്ന വീഡിയോകളൊന്നും അധികം ചെയ്യാറില്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ കണ്ടുവരുന്നത് അനുമോളെ എങ്ങനെയെങ്കിലും ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയകളിൽ വർക്കേഴ്സ് നടത്തുന്ന കുറെ സംഭവങ്ങൾ കണ്ടു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനും അങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അതല്ലെങ്കിൽ ഇതുപോലെയുള്ള ടോപ്പിക്കുകളുമായി നമ്മൾ വരാറുള്ളതല്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ ചറപറ അനുമോളുടെ വർക്കേഴ്സ് അല്ലെങ്കിൽ ഏൽപ്പിച്ചു കൊടുത്ത ഏജൻസി സോഷ്യൽ മീഡിയ പേജുകളാണെന്നുണ്ടെങ്കിൽ യൂട്യൂബ് ചാനലുകളാണെന്നുണ്ടെങ്കിലും ഇഷ്ടം പോലെ അനുമോൾക്ക് വേണ്ടിയിട്ട് പല പോസ്റ്റുകൾ ഇടുന്നു. അതുപോലെ തന്നെ അനുമോളെ തോൽപ്പിക്കാൻ വേണ്ടി പലരും ശ്രമിക്കുന്നു എന്ന വ്യാജേനയൊക്കെയാണ് പോസ്റ്റുകൾ വരുന്നത്. ടീമിന്റെ ചറപറയുള്ള പോസ്റ്റുകളാണ് സോഷ്യൽ മീഡിയയിൽ മൊത്തം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് അനുമോളെ ഇങ്ങനെ ലൈവ് ലൈറ്റിൽ നിർത്തണം, എല്ലാ പോസ്റ്റുകളും പ്രേക്ഷകരിലേക്ക് എത്തി പ്രേക്ഷകരെല്ലാം ഇൻഫ്ലുവൻസഡ് ആകണം, ഈ ഒരു സിമ്പതി കാർഡ് വർക്കൗട്ട് ആക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ ഒരു സീസൺ തുടങ്ങുമ്പോൾ എങ്ങനെയാണ് അനുമോള് പ്രേക്ഷകർക്കിടയിലേക്ക് എത്തിയത്, അതായത് സിമ്പതി കാർഡ് വർക്കൗട്ട് ആക്കി തന്നെയാണ് പ്രേക്ഷകർക്കിടയിലേക്ക് എത്തിയത്. അതിന് നല്ലൊരു രീതിയിൽ ടീമുകളൊക്കെ സഹകരിച്ചിട്ടുകൊണ്ട് സോഷ്യൽ മീഡിയകളിൽ ഈ ക്ലിപ്പിംഗ്സും ഫോട്ടോകളും കാര്യങ്ങളും മറ്റുള്ളവർ ആക്രമിക്കുന്നുവെന്ന വ്യാജേന ആ സംഭവങ്ങളെല്ലാം പ്രേക്ഷകർക്കിടയിലേക്ക് ഇട്ടുകൊടുത്ത് ഒരു സിമ്പതി വർക്കൗട്ട് ആക്കി എടുത്തത് ഏജൻസി തന്നെയാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചുകൊണ്ട്. സോ ആ ഒരു സെയിം സംഭവം തന്നെയാണ് ഈ ഒരു സീസൺ അവസാനിക്കാൻ പോകുമ്പോഴും അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അനുമോളുടെ സൈഡിൽ നിന്നുണ്ടാകുന്നതും അത് തന്നെയാണ്. അവർ പറഞ്ഞു കൊടുത്തതുപോലെ അവസാന സമയങ്ങളിൽ വീണ്ടും സിമ്പതി കാർഡ് ഇറക്കുക എന്നൊരു സംഭവം തന്നെ, മറ്റുള്ളവരുമായിട്ട് മാറി നിന്ന് ഒറ്റപ്പെട്ട് വഴക്കുകളും കാര്യങ്ങളും ഉണ്ടാക്കി എന്തെങ്കിലും സാഹചര്യങ്ങൾ കിട്ടുമ്പോൾ മറ്റുള്ളവരെല്ലാവരും കൂടി തന്നെ ആക്രമിക്കുന്നു, തന്നെ ഒറ്റപ്പെടുത്തുന്നു എന്ന ഒരു സംഭവം ഉണ്ടാക്കിയെടുത്ത് ഒരു സിമ്പതി വർക്കൗട്ട് ആക്കി പുറത്തേക്ക് കണ്ടന്റ് വിടുക. ബാക്കിയെല്ലാം ഏജൻസികൾ സോഷ്യൽ മീഡിയകളിൽ കൈകാര്യം ചെയ്തുകൊള്ളും. അപ്പം ഇത് ഞാൻ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലൊരു പ്രേക്ഷകരുടെ കാര്യങ്ങളല്ല ഞാൻ പറയുന്നത്. കാരണം ജെനുവിനായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി പ്രേക്ഷകരുണ്ട്. അത് ഏത് കണ്ടസ്റ്റന്റിനാണെന്നുണ്ടെങ്കിലും ജെനുവിനായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി പ്രേക്ഷകരുണ്ട്. അവരുടെ കാര്യമല്ല ഇതിൽ ഞാൻ പറയുന്നത്. അത് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിലും നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിലും ആ ഒരു കണ്ടസ്റ്റൻസിന്റെ പോസിറ്റീവും നെഗറ്റീവും മനസ്സിലാക്കി സപ്പോർട്ട് ചെയ്യുന്ന തുടക്കം മുതൽ അവസാനം വരെ എന്ത് നെഗറ്റീവ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും ആ ഒരു കണ്ടസ്റ്റന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അവരെന്താണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെ തുടരുക, മാറാനൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ സിമ്പതി കാർഡ് വർക്കൗട്ട് ആക്കി ലൈവ് ലൈറ്റ് നിർത്തി പ്രേക്ഷകരെ ഇൻഫ്ലുവൻസർ ആക്കി വോട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ കാണിച്ചു കൂട്ടുന്ന കുറേ സംഭവങ്ങളാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. എവിടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും അനുമോൾ വോട്ട് ചെയ്യണം, അതുപോലെ തന്നെ അനുമോളുടെ സിമ്പതി കാർഡ് കാണിച്ചുകൊണ്ടുള്ള പോസ്റ്റുകൾ, അനുമോളെ മറ്റുള്ളവരെല്ലാം കൂടെ ചേർന്ന് ആക്രമിക്കുന്നു. അതുപോലെ തന്നെ ആദില നൂറ ഫ്രണ്ട്ഷിപ്പ്, അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെടുത്തി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പോസ്റ്റുകൾ, അതുപോലെ എല്ലാവരും ചേർന്ന് അനുമോളെ ഒറ്റപ്പെടുത്തുന്നു, അനുമോളെ കുറ്റം കണ്ടുപിടിച്ച് പറയുന്നു, അനുമോൾക്കെതിരെ സംസാരിക്കുന്നു, മറ്റുള്ള കണ്ടസ്റ്റൻസിനെ മോശപ്പെടുത്തിക്കൊണ്ടുള്ള പോസ്റ്റുകൾ. ഇത് അനുമോളെ പുകഴ്ത്തിക്കൊണ്ട് ഇടുന്ന പോസ്റ്റുകൾക്കാൾ കൂടുതൽ അനുമോൾക്കെതിരെ നിൽക്കുന്ന കണ്ടസ്റ്റൻസിനെ മോശം ആക്കിക്കൊണ്ടുള്ള പോസ്റ്റുകളാണ്. അവരുടെ ഇമേജിനെ തന്നെ ഡാമേജ് ആക്കുന്ന രീതിയിലും അവരുടെ കുറച്ച് തെറ്റുകളും കുറ്റങ്ങളും അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും മോശം സൈഡൊക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ആക്കിയിട്ടിട്ട് അവരുടെ പ്രേക്ഷക സപ്പോർട്ട് കുറയ്ക്കാനുള്ള ശ്രമങ്ങളും കൂടി സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്. ഇവരുടെയൊക്കെ ആ ഒരു പേജും അല്ലെങ്കിൽ ഇവരുടെയൊക്കെ ചാനലൊക്കെ മുൻ വീഡിയോകളാണെന്നുണ്ടെങ്കിലും മുൻ പോസ്റ്റുകളാണെന്നുണ്ടെങ്കിലും വീഡിയോകളെക്കാൾ കൂടുതൽ ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെന്നുണ്ടെങ്കിലും നമ്മുടെ പബ്ലിക് പോസ്റ്റുകളാണ് കണ്ടുവരുന്നത്. കാരണം പോസ്റ്റുകളാണല്ലോ എല്ലാവരുടെയും പെട്ടെന്ന് വീഡിയോ ആയിട്ട് പറയുന്നതിൽ കൂടുതൽ ഇമേജുകളായിട്ട് ഇറക്കുമ്പോഴായിരിക്കും പെട്ടെന്നത് ആൾക്കാർ ശ്രദ്ധിക്കുന്നതും ആൾക്കാർ അതൊക്കെ നോക്കാനും അവർക്ക് പെട്ടെന്നത് ഇൻഫ്ലുവൻസർ ആകാനും സഹായിക്കുന്നത്. സോ ഇഷ്ടം പോലെ പേജുകൾ നോക്കിയാലും ഇഷ്ടം പോലെ ചാനലുകൾ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് കാണാൻ സാധിക്കും എല്ലാവരും ഇതിപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്തോരം എമൗണ്ടിന്റെ അല്ലെങ്കിൽ എന്തോരം ഹ്യൂജ് എമൗണ്ടിന്റെ ആയിരിക്കും കൊടുത്തിരിക്കുന്നതെന്ന്. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ ഫോളോവേഴ്സും അല്ലെങ്കിൽ നല്ല രീതിയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന എല്ലാ ഓൺലൈൻ മീഡിയാസും അതുപോലെ തന്നെ പല പേജുകളും ചാനലുകളും എല്ലാം അനുമോളുടെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് മാക്സിമം കണ്ടന്റുകൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു സീസൺ തീരാറായിട്ടുള്ള അവസാന ഘട്ട പോരാട്ടത്തിലാണല്ലോ. അതുകൊണ്ട് തന്നെ ഇവരെല്ലാം തലപൊക്കി വന്നിട്ടുണ്ട്. സോഷ്യൽ മീഡിയകളിൽ ചറപറ
ഇട്ടുകൊണ്ടിരിക്കുകയാണ് പോസ്റ്റുകൾ. അതിപ്പോൾ കാണാൻ ഇടയായി. അതുകൊണ്ടാണ് ഇപ്പോൾ പറയുന്നത് പലരും അനുമോൾക്കെതിരെ പോസ്റ്റ് ഇട്ടിട്ട് അല്ലെങ്കിൽ അനുമോൾക്ക് ഒരു സിമ്പതി കാർഡ് കിട്ടാൻ വേണ്ടിയിട്ട് എതിരെ സംസാരിച്ചുകൊണ്ട് അനുമോളെ മോശം ആക്കിക്കൊണ്ട് അനുമോളുടെ പ്രേക്ഷക സപ്പോർട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുറെ PR എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന കണ്ടസ്റ്റൻസ് വരുന്നുണ്ടെന്നൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് കുറെ ആൾക്കാർ അനുമോളുടെ എഗെയിൻസ്റ്റ് ആയിട്ട് നിന്ന് പ്രവർത്തിക്കുന്നു. അതെല്ലാം ഇവരുടെ ടീം തന്നെയാണ്, ഒരു ടീം തന്നെയാണ്. അല്ലാണ്ട് അനുമോൾക്കെതിരെ കണ്ടന്റ് ഇടുന്നതോ അല്ലെങ്കിൽ പോസ്റ്റ് ഇടുന്നതോ ഒന്നുമല്ല. അതൊക്കെ ഇവരുടെ ഒരു ടീമിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ എതിർത്ത് സംസാരിക്കും. എന്നിട്ട് സമയമാകുമ്പോൾ അത് എന്തെങ്കിലും ഒരു പ്രോപ്പർ ആയിട്ട് അല്ലെങ്കിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള കണ്ടന്റ് കിട്ടിക്കഴിയുമ്പോൾ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച് ഇവരും പോസ്റ്റ് ഇട്ട് തുടങ്ങും. സോ ഇവര് രണ്ട് രീതിയിലാണ് പ്രേക്ഷകർക്കിടയിലേക്ക് ഇറങ്ങുന്നത്. ഒന്ന്, അനുമോളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള കണ്ടന്റുകളും പോസ്റ്റുകളും ഇടുക. അതുപോലെ തന്നെ ലൈവ് ലൈറ്റിന് നിർത്താൻ വേണ്ടിയിട്ട് എന്നും ഓരോ ഫോട്ടോയും ഇട്ടിട്ട് പല പല നല്ല കാര്യങ്ങളും അതുപോലെ മറ്റുള്ളവരെ ആക്രമിക്കുന്ന കാര്യങ്ങളും മറ്റുള്ളവർ എതിരെ നിന്ന് സംസാരിക്കുന്ന കാര്യങ്ങളും ഒറ്റപ്പെടുത്തുന്ന സംഭവങ്ങളും അതുപോലെ തന്നെ സിമ്പതി വർക്കൗട്ട് ആക്കാൻ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം മുതലാക്കുന്ന രീതിയിലുള്ള പോസ്റ്റുകൾ ഇടുന്നു. കുറച്ചു പേര് മാറി നിന്നുകൊണ്ട് എതിരെ നിന്ന് മോശമായുള്ള രീതിയിൽ സംസാരിക്കുന്ന കുറെ പോസ്റ്റുകൾ ഇടും. അപ്പോൾ പ്രേക്ഷകർ എന്ത് ചിന്തിരിക്കും? അനുമോൾക്കെതിരെ അല്ലെങ്കിൽ അനുമോൾക്കെതിരെ നിൽക്കുന്ന കണ്ടസ്റ്റൻസിന്റെ PR ഈ ഒരു പോസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ഇടുന്നത് എന്ന് കരുതി അത് കാണുന്ന പ്രേക്ഷകർ കുറെ പേര് ഓപ്പോസിറ്റ് ആയി നിൽക്കുന്ന നമ്മുടെ അനുമോൾക്ക് തന്നെ സപ്പോർട്ട് ചെയ്തു തുടങ്ങും. ഇതെല്ലാം ചെയ്യുന്നത് ഒരു കൂട്ടർ തന്നെയാണ്. അതുപോലെ മറ്റുള്ള കണ്ടസ്റ്റൻസിനെ, അതായത് ലീഡിംഗ് മുന്നിലേക്ക് വരുന്ന കുറെ കണ്ടസ്റ്റൻസ് ഉണ്ടല്ലോ, അവരുടെ മോശം സൈഡൊക്കെ കണ്ടെത്തി അവർക്കെതിരെ കുറെ പോസ്റ്റുകൾ സോഷ്യൽ മീഡിയകളിൽ ഉണ്ടാക്കി അവരുടെ പ്രേക്ഷക സപ്പോർട്ട് കുറയ്ക്കാനുള്ള പരിപാടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പം അടുത്ത ഒരാഴ്ചയും ഇത് തന്നെയായിരിക്കും സോഷ്യൽ മീഡിയകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഹെവി PR കളികൾ തന്നെയാണ് സോഷ്യൽ മീഡിയകളിൽ നിലവിൽ അനുമോളെ വെളുപ്പിച്ച് എങ്ങനെയെങ്കിലും ഈ ഒരു സീസണിന്റെ വിന്നർ ആക്കാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം മുൻപ് ഇറങ്ങിയിട്ടുള്ള കണ്ടസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിലും അനുമോൾക്കെതിരെയും അനുമോളുടെ PR-നെതിരെയും സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പലരും ഇത് പറയുന്നുണ്ട്. ചില സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ പലരും അനുമോൾക്കെതിരെ സംസാരിക്കുന്നു, അനുമോളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് കണ്ടന്റുകൾ ഇടുന്നു, സംസാരിക്കുന്നു, അതുപോലെ തന്നെ അവർക്കെതിരെ പ്രവർത്തിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന പലരും ഇത് പറയുന്നത്. ഇപ്പോൾ ഏഷ്യാനെറ്റിന്റെ ആണെന്നുണ്ടെങ്കിൽ ജിയോ ഹോട്ട്സ്റ്റാർ മലയാളത്തിന്റെ യൂട്യൂബ് ചാനൽ ആണെന്നുണ്ടെങ്കിലും സോഷ്യൽ മീഡിയ പല പ്ലാറ്റ്ഫോമുകളിൽ നമ്മുടെ ബിഗ് ബോസ് കണ്ടന്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, PR-ന്റെ ഒരു കളികൾ തന്നെയാണ്. മിക്ക പോസ്റ്റുകളിലും അനുമോളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ കമന്റുകൾ വാരി കൂട്ടി ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. അതിൽ നല്ലൊരു ശതമാനം നല്ലൊരു പ്രേക്ഷക സപ്പോർട്ടും അതിന്റെ ഉണ്ട്. മുൻപേ ഒരു ഫെയിം ഉണ്ടായിരുന്നല്ലോ അനുമോൾക്ക്. അതുകൊണ്ട് തന്നെ നല്ലൊരു രീതിയിലുള്ള സപ്പോർട്ടും അനുമോൾക്കുണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. അപ്പം ജെനുവിൻ ആയിട്ടുള്ള കമന്റ് ചെയ്യുന്നുണ്ട്. അപ്പം അതിന്റെ കൂട്ടത്തിൽ ഈ PR ടീം റെഡിയാക്കി കൊടുക്കുന്ന കമന്റുകളും കാര്യങ്ങളും കൂടെ വരുമ്പോഴത്തേനും ആരെടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും കംപ്ലീറ്റ് സപ്പോർട്ട് എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റിലേക്ക് ഒതുങ്ങും. അപ്പം പുറമേ നിന്ന് എടുത്തു നോക്കുന്ന ഒരു പ്രേക്ഷകനെ സംബന്ധിച്ച് കൊള്ളാലോ, ഇന്ന ആൾക്ക് നല്ല സപ്പോർട്ട് ഉണ്ടല്ലോ, ഇന്ന ആൾക്ക് ഇത്ര പ്രേക്ഷക സപ്പോർട്ട് ഉണ്ടല്ലോ, പ്രേക്ഷകർ മൊത്തം ഇന്ന ഒരു കണ്ടസ്റ്റന്റിന്റെ കൂടെ ആണല്ലോ എന്ന ഒരു പ്രതീതി അവിടെ ഉണ്ടാക്കിയെടുക്കും. സോ ആ ഒരു പ്രേക്ഷകനും ചിലപ്പോൾ ഈ ഒരു സൈഡ് ചാഞ്ഞു പിടിച്ച് ആ ഒരു കണ്ടസ്റ്റന്റിന് വോട്ട് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടന്നു വരുന്നത്. മിക്ക പോസ്റ്റുകളാണെന്നുണ്ടെങ്കിലും അനുമോളെ കേന്ദ്രീകരിച്ചിടുന്നു, മിക്ക കണ്ടന്റുകളിലും അടിയിൽ പോയിട്ട് കമന്റുകൾ ഇടുന്നു. അത് സോഷ്യൽ മീഡിയ പല പ്ലാറ്റ്ഫോമുകളിലും ഇവരുടെ ഗ്രൂപ്പ് ചാറ്റുകളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല, അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ, അതൊന്നും നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തേണ്ട കാര്യമില്ല. സോ നിങ്ങൾ പ്രേക്ഷകർ ഇത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കുക. ഈ ഒരു സീസണിൽ നല്ല രീതിയിൽ ഗെയിം കളിച്ച് നല്ല രീതിയിൽ അഭിപ്രായങ്ങൾ, സ്വന്തം നിലപാടുകൾ മുന്നിലേക്ക് കാണിച്ച്, ഈ ഒരു സീസൺ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം അട്ടർ ഫ്ലോപ്പാണ്. മികച്ച രീതിയിലുള്ള ടാസ്കുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല, മികച്ച നിലവാരമുള്ള കണ്ടസ്റ്റൻസ് ഒന്നും തന്നെ ഇല്ല. സോ അട്ടർ ഫ്ലോപ്പായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സീസൺ ആണ്. ബട്ട് അതിന്റെ ഒരു വിന്നർ എന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും നമ്മൾ പ്രേക്ഷകർക്കിടയിലേക്ക് നല്ലത് കൊടുക്കുന്ന, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അവരുടെ ഒരു കഷ്ടപ്പാട് കാണിച്ച് എന്തെങ്കിലും കണ്ടന്റ് കൊടുത്ത് നിലപാടുകൾ അറിയിച്ച് അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞ് കുറച്ചെങ്കിലും ഗെയിം കളിച്ച് മുന്നോട്ട് വരുന്ന കുറെ പേരെ ആയിരിക്കണം. അതല്ലാതെ ഒരു രീതിയിലുള്ള കണ്ടന്റും ഇല്ലാതെ, കണ്ടന്റ് എന്ന് പറയുമ്പോൾ ഒരു നിലവാരമില്ലാത്ത കണ്ടന്റും അതുപോലെ തന്നെ പ്രേക്ഷകർക്ക് മുന്നിൽ അഭിനയിച്ച് PR-ന്റെ അടിസ്ഥാനത്തിൽ സിമ്പതി കാർഡൊക്കെ പിടിച്ചു പറ്റി മുന്നിലേക്ക് വരുന്ന ഒരു കണ്ടസ്റ്റൻസിനെയും വിജയിപ്പിക്കാൻ പ്രേക്ഷകർ റെഡി ആവരുത്. സോഷ്യൽ മീഡിയകളിൽ അടിച്ചുകുത്തി പോസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന സോ കോൾഡ് കണ്ടസ്റ്റൻസിന്റെയൊക്കെ PR ടീമുകൾ അവരെ വിജയിപ്പിക്കാൻ വേണ്ടി അവരെ വെള്ളപൂശി വെളുപ്പിച്ചുകൊണ്ട് മറ്റുള്ള കണ്ടസ്റ്റൻസിനെ താഴ്ത്തി കെട്ടി അവരുടെയൊക്കെ ക്യാരക്ടർ അസാസിനേഷൻ നടത്തി മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ പ്രേക്ഷകർ കുറെയെങ്കിലും പേർക്ക് വിവരമുണ്ട്, അവർ ബിഗ് ബോസ് കാണുന്ന പ്രേക്ഷകർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കും. ഇതുപോലെയുള്ള ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് ഒരു കണ്ടസ്റ്റൻസിനെ വിജയിപ്പിക്കാതിരിക്കുക, സ്വന്തമായി ചിന്തിച്ച് നല്ല രീതിയിൽ മുൻപോട്ട് വരുന്ന കണ്ടസ്റ്റൻസിനെ വോട്ട് ചെയ്യിപ്പിക്കുക. സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഫേക്ക് വോട്ടിങ്ങും അതുപോലെ തന്നെയാണ് ഫേക്ക് വോട്ടിങ്ങും. ഇന്നയാൾക്ക് ഇത്ര വോട്ടിംഗ് ഉണ്ട്, ഇന്നയാൾക്ക് വോട്ടില്ല, ഇന്നയാൾക്ക് വോട്ട് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഫേക്ക് വോട്ടിംഗ് പോളൊക്കെ എടുത്ത് ഇടുന്നുണ്ട്. അതൊന്നും കണ്ടിട്ട് ഇന്നയാൾക്ക് വോട്ട് ചെയ്യാതെ ഒന്നും ഇരിക്കരുത്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കണ്ടസ്റ്റൻസ് ആരും ആയിക്കോട്ടെ, X or Y, അവർക്ക് പ്രോപ്പറായിട്ട് വോട്ട് ചെയ്യുക. ഈ ഫേക്ക് വോട്ടിംഗ് ഒക്കെ കണ്ട് വോട്ട് ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ അവരൊക്കെ പുറത്തേക്ക് പോകും. അത് തന്നെയാണ് കഴിഞ്ഞ ആഴ്ച
ആഴ്ചകളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതും. നല്ല നല്ല കണ്ടസ്റ്റൻസ് പുറത്തേക്ക് പോയിട്ടുണ്ട്. ഈ PR ഒക്കെ നല്ല രീതിയിലുള്ള കണ്ടസ്റ്റൻസ് ഒന്നും ചെയ്യാതെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിൽക്കുകയാണ്. എല്ലാ സീസണിലും ഇതുപോലെ പല കണ്ടസ്റ്റൻസും വന്നിട്ടുണ്ട്. എന്താണെന്നുണ്ടെങ്കിലും കഴിഞ്ഞ ഒരു സീസണിലും ഈ പറയുന്നത് പോലെ കുറെ വാഴകൾക്കിടയിൽ ബെറ്റർ എന്ന് തോന്നിയ ഒരു വാഴയെ പ്രേക്ഷകർ എല്ലാവരും കൂടി ജയിപ്പിച്ചു വിട്ടു. ഈ ഒരു സീസണിലും ഇതുപോലെ പക്ക ഫേക്ക് ആയിട്ട് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിന്ന് നാടകം നടിച്ചു പോകുന്ന അനുമോളെ പോലെയുള്ളവരെയൊക്കെ വിജയിപ്പിക്കാതെ അറ്റ്ലീസ്റ്റ് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന വേറെ ഇഷ്ടംപോലെ കണ്ടസ്റ്റൻസ് ഉണ്ടല്ലോ, ആരെയെങ്കിലുമൊക്കെ വിജയിപ്പിച്ചു വിടുക, അവർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഗുണമുണ്ടാവട്ടെ. ഇതുപോലെ പക്ക ഫേക്ക് ആയിട്ട് നിന്ന് എല്ലാവരെയും പറ്റിച്ച് പ്രേക്ഷകരെ എല്ലാം എന്താ പറയുന്നത് ഒരു സിമ്പതി കാർഡിനുള്ളിലേക്ക് വരുത്തി വോട്ട് ചെയ്യിപ്പിച്ച് വിജയിപ്പിച്ച് PR സപ്പോർട്ടിന്റെ അണ്ടറിലൊക്കെ കയറി പോകുന്നവരൊക്കെ വിജയിപ്പിച്ചിട്ട് എന്ത് കാര്യമായിരിക്കുന്നത്? അവിടെ ജെന്യുവൻ ആയിട്ട് നിന്ന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലെങ്കിലും ഒക്കെ കണ്ടന്റും ഗെയിമുകളും അഭിപ്രായങ്ങളും പറഞ്ഞു വന്നിട്ടുള്ളവരൊക്കെ ജയിക്കട്ടെ. സോ നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയുക, കുറച്ച് കരുതലായിട്ടിരിക്കുക, കുറച്ച് നോക്കിയും കണ്ടുമൊക്കെ മുൻപോട്ട് പോകുക. പല രീതിയിലുള്ള നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യിക്കുന്ന രീതിയിലുള്ള പോസ്റ്റുകളും സംഭവങ്ങളും സോഷ്യൽ മീഡിയകളിൽ ഇനി ചറപറ വന്നുകൊണ്ടിരിക്കും. ബിക്കോസ് ഈ ഒരു സീസൺ തീരാൻ പോകുകയാണ്. സോ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.